എന്റെ കല്യാണം നടക്കുന്നില്ല ചേച്ചി. ഞാൻ അതിനാ പുള്ളിയെ കാണാൻ വന്നു. എന്റെ കല്യാണം നടക്കുന്നില്ല. ആനയെ ഒന്ന് കാണാൻ പറ്റും ചേച്ചി? ആനയെ ഒന്നിച്ചൊരു ദാമ്പത്യ ജീവിതമാണ്. ആന എന്ന് പറഞ്ഞ കരയിലെ ഏറ്റവും വലിയ ജീവി. അങ്ങനെ കരയും കേട്ടോ മോനെ. എനിക്ക് ആനയുടെ ശാപമാണ് ചേച്ചി. ആനയുടെ ശാപം എന്ന് പറഞ്ഞാ ആനയുടെ ശാപം എന്ന് പറഞ്ഞാൽ പിണ്ടശാപമാണ്. അപ്പൊ അതൊന്ന് അതിന് കാരണവന്മാർക്കൊക്കെ കർക്കിടവാവിന്റെ വലിയ തർപ്പണം നടത്താം. അങ്ങനെയാണ് അതിന്റെ ഇത് മാറുള്ളൂ. അറിയാവോ? അത് പിതൃപിണ്ഡം. ആരാടാ ഇവിടെ മൃദംഗം അടിച്ചേ? മൃദംഗം അടിച്ചല്ലെന്ന്, പിതൃപിണ്ഡം. അതായത് അത് മറ്റേത് പറയുന്നത് പിതൃപിണ്ഡം. ഞാൻ പറഞ്ഞത് പിണ്ടശാപം എന്ന് പറഞ്ഞാൽ ആനയുടെ പിണ്ടശാപം ഉണ്ട്. പിണ്ടശാപം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ചേട്ടാ. പിണ്ടശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരുന്ന് പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആന ഇങ്ങനെ എഴുന്നള്ളി വരുന്നു. ഞാനിത് അറിയുന്നില്ല. ഒരു പടക്കം പൊട്ടിച്ചിട്ട് ആനയുടെ പുറവശത്തോട്ടാ. അപ്പൊ ആന ഇങ്ങനെ വന്ന ആന ഒന്ന് അറച്ചുപോയി. പിണ്ടം ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് വന്ന പിണ്ടം അകത്തേക്ക് കയറി ഒരു ശബ്ദം കേട്ടു. അങ്ങനെ അന്ന് ശപിച്ചാണ് ആന. ജോത്സ്യനാണ് പറഞ്ഞ പിണ്ടശാപമാണ്, നിന്റെ കല്യാണം നടക്കത്തില്ല, എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. ചുരുക്കി പറഞ്ഞാൽ ഒരു PB ശാപം. PB ശാപം, ദേവീ ശാപം എന്ന് കേട്ടിട്ടുണ്ട്. PB ശാപം എന്താണ്? പിണ്ടം ബ്ലോക്ക് ശാപം. അങ്ങനെ